Welcome to the online class of EduZone ചിറയൻകീഴ്. ഇന്ന് നാം പഠിക്കുന്ന ടോപ്പിക്ക് റഷ്യൻ റവല്യൂഷൻ, 1917 റഷ്യൻ വിപ്ലവം. 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു പ്രധാന വിപ്ലവമാണ് 1917 റഷ്യൻ വിപ്ലവം. 1917 കാലഘട്ടത്തിൽ റഷ്യയിലെ വർക്കേഴ്സിൻ്റെയും ഫാർമേഴ്സിൻ്റെയും കർഷകരുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയും ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. റഷ്യയിലെ വർക്കേഴ്സും ഫാർമേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഓഫ് റഷ്യ റേസ്ഡ് സർട്ടൻ ഡിമാൻഡ്സ്, ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തവകാശം ഇല്ലാതാക്കുക, സ്വകാര്യ വ്യക്തികൾക്ക് സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുക. അബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, എവരിവൺ ഹാസ് ടു വർക്ക്, എല്ലാവർക്കും തൊഴിൽ വേണം. അങ്ങനെയുള്ള പല ആവശ്യങ്ങളും റഷ്യയിലെ തൊഴിലാളികളും കർഷകരും മുന്നോട്ട് വെച്ചു. അക്കാലത്ത് റഷ്യ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ സാർ ചക്രവർത്തിമാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാർ ചക്രവർത്തിമാരുടെ ഭരണം വളരെ ഏകാധിപത്യപരമായിരുന്നു. സാർ ചക്രവർത്തിമാരുടെ അടിച്ചമർത്തിയുള്ള ഭരണമാണ് റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം വളരെ ദുരിതപൂർണമാക്കിയത്. വിപ്ലവ കാലഘട്ടത്തിൽ 1917 റഷ്യൻ വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമനായിരുന്നു. ദ റഷ്യൻ റവല്യൂഷൻ ബ്രോക്ക് ഔട്ട് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് സാർ നിക്കോളാസ് രണ്ടാമൻ. നിക്കോളാസ് രണ്ടാമന്റെ ഭരണകാലത്താണ് റഷ്യയിൽ വിപ്ലവം നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ റഷ്യയിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. റഷ്യ സാമ്പത്തികമായി വളരെ പിന്നോക്കം ആയിരുന്നു. റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു, മിസറബിളായിരുന്നു. ദ ഫാർമേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഓഫ് റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ്, മിസറബിൾ ലൈഫ് അണ്ടർ ദ റൂൾ ഓഫ് സാർസ്. സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. ദേ റേസ്ഡ് സർട്ടൻ ഡിമാൻഡ്സ്, അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തവകാശം ഇല്ലാതാക്കുക, വ്യക്തികൾക്ക് സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം ഇല്ലാതാക്കുക. എവരിവൺ ഹാസ് ടു വർക്ക്, എല്ലാവർക്കും തൊഴിൽ വേണം. അങ്ങനെയുള്ള പല ആവശ്യങ്ങളും റഷ്യയിലെ കർഷകരും തൊഴിലാളികളും ഉന്നയിച്ചു. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച സർക്കംസ്റ്റാൻസസ് എന്തായിരുന്നു? What were the circumstances that led to the workers of Russia and farmers of Russia to raise certain demands? The following demands. Farmers and factory workers in Russia led a tragic life under the Tsarist rulers. സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും വളരെ ദുരിതപൂർണമായ ജീവിതം, ട്രാജിക് ലൈഫ്, ദുരിതപൂർണമായ ജീവിതമാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ റഷ്യയിലെ കർഷകരെയും ഫാക്ടറി തൊഴിലാളികളെയും പ്രേരിപ്പിച്ചത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതാക്കുക, സ്വകാര്യ സ്വത്തവകാശം ഇല്ലാതാക്കുക, എല്ലാവർക്കും തൊഴിൽ വേണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ റഷ്യയിലെ കർഷകരെയും ഫാക്ടറി തൊഴിലാളികളെയും പ്രേരിപ്പിച്ചത് അവരുടെ മിസറബിളായ ലൈഫായിരുന്നു, ട്രാജിക് ലൈഫ്. ഫാർമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ്. റഷ്യയിലെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും വളരെ ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അവരുടെ മിസറബിളായ ലൈഫ്, ട്രാജിക് ലൈഫാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ റീസൺ, ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റ് ഫാർമേഴ്സ് ഇൻകം. റഷ്യയിലെ കുറഞ്ഞ കാർഷികോൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കാർഷികോൽപാദനം കുറഞ്ഞതോടെ കർഷകരുടെ വരുമാനവും കുറഞ്ഞു. ലാൻഡ്ലെസ് ഫാർമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സസ്. റഷ്യയിലെ ഫാർമേഴ്സ് ലാൻഡ് ലോഡ്സ് ആയിരുന്നു. റഷ്യയിലെ ഫാർമേഴ്സ് ടെനൻസ് ആയിരുന്നു, ലാൻഡ്ലെസ് ആയിരുന്നു. They were compelled to pay huge taxes. അവർ
ഉയർന്ന നികുതി നൽകാൻ നിർബന്ധിതരായി. ലാൻഡ്ലെസ് ഫാർമേഴ്സ്, ഭൂരഹിതരായ കർഷകർ. റഷ്യയിലെ കർഷകർ ഭൂരഹിതരായിരുന്നു, ഭൂമിയില്ലാത്തവരായിരുന്നു. ഭൂമിയില്ലാത്ത റഷ്യൻ കർഷകർ ഉയർന്ന ടാക്സ് നൽകേണ്ടി വന്നു. Though Russia was rich in natural resources, its industrial production was meager. റഷ്യക്ക് ധാരാളം പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും റഷ്യയുടെ വ്യാവസായിക ഉൽപാദനം വളരെ തുച്ഛമായിരുന്നു. ധാരാളം പ്രകൃതി വിഭവങ്ങൾ റഷ്യയിൽ ഉണ്ടായിരുന്നു, എന്നാൽ ഈ പ്രകൃതി വിഭവങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ റഷ്യക്ക് കഴിഞ്ഞില്ല. റഷ്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു, വ്യാവസായിക ഉൽപാദനം വളരെ കുറവായിരുന്നു. ധാരാളം പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളരെ തുച്ഛമായിരുന്നു, കുറവായിരുന്നു. ഈ പ്രകൃതി വിഭവങ്ങളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ, യൂട്ടിലൈസ് ചെയ്യാൻ റഷ്യക്ക് കഴിഞ്ഞില്ല. ഇറ്റ് വാസ് ദ ഫോറിനേഴ്സ് ഹു കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ റഷ്യ. റഷ്യയിലെ ഭൂരിഭാഗം വ്യവസായങ്ങളും നിയന്ത്രിച്ചിരുന്നത് വിദേശികളായിരുന്നു. ഇതാണ് മറ്റൊരു കാരണം. ഇറ്റ് വാസ് ദ ഫോറിനേഴ്സ് ഹു കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ റഷ്യ. റഷ്യയിലെ ഭൂരിഭാഗം ഇൻഡസ്ട്രീസും വ്യവസായങ്ങളും നിയന്ത്രിച്ചിരുന്നത് വിദേശികളായിരുന്നു. ഈ സാഹചര്യങ്ങളാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ റഷ്യയിലെ കർഷകരെയും ഫാക്ടറി തൊഴിലാളികളെയും പ്രേരിപ്പിച്ചത്. റഷ്യയിലെ കർഷകരെയും ഫാക്ടറി തൊഴിലാളികളെയും നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങൾ: ഒന്ന്, ഫാർമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ്. Landless farmers had to pay huge taxes. Low agricultural production affected farmers' income. Though Russia was rich in natural resources, its industrial production was meager. It was the foreigners who controlled the majority of industries in Russia. ഇത്തരം സാഹചര്യങ്ങളാണ് റഷ്യയിലെ കർഷകരെയും ഫാക്ടറി തൊഴിലാളികളെയും ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത്. റഷ്യയിലെ കർഷകരുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും പ്രധാന ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? അബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തവകാശം ഇല്ലാതാക്കുക, എവരിവൺ ഹാസ് ടു വർക്ക്, എല്ലാവർക്കും തൊഴിൽ വേണം. അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് റഷ്യയിലെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ഉന്നയിച്ചത്. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? Russian farmers and workers led a tragic life under the rule of Tsars. സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അപ്പോൾ അവരുടെ കർഷകരുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതമാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ കാരണം, റഷ്യയുടെ താഴ്ന്ന കാർഷികോൽപാദനം, ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റ് ഫാർമേഴ്സ് ഇൻകം. താഴ്ന്ന കാർഷികോൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. ലാൻഡ്ലെസ് ഫാർമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സസ്. റഷ്യയിലെ കർഷകർ ഭൂരഹിതരായിരുന്നു, ലാൻഡ്ലെസ് ആയിരുന്നു, അവർ ഉയർന്ന നികുതി നൽകേണ്ടി വന്നു. അടുത്ത കാരണം, ദോ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്, ഇറ്റ്സ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് മീഗർ. റഷ്യക്ക് ധാരാളം പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും റഷ്യയുടെ വ്യാവസായിക ഉൽപാദനം വളരെ കുറവായിരുന്നു, തുച്ഛമായിരുന്നു, മീഗറായിരുന്നു. ഇറ്റ് വാസ് ദ ഫോറിനേഴ്സ് ഹു കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ റഷ്യ. റഷ്യയിലെ ഭൂരിഭാഗം വ്യവസായങ്ങളും നിയന്ത്രിച്ചിരുന്നത് വിദേശികളായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് റഷ്യയിലെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചത്. അവരുടെ പ്രധാന ആവശ്യങ്ങൾ: പ്രൈവറ്റ് പ്രോപ്പർട്ടി അബോളിഷ് ചെയ്യുക, അബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ ആവശ്യം, എവരിവൺ ഹാസ് ടു വർക്ക്, എല്ലാവർക്കും തൊഴിൽ വേണം. റഷ്യയിലെ ഫാർമേഴ്സിനെയും വർക്കേഴ്സിനെയും സ്വാധീനിച്ച പ്രധാനപ്പെട്ട ചില എഴുത്തുകാരായിരുന്നു മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടഗ്നേവ് ആൻഡ് ആന്റൺ ചെക്കോവ്. Writers like Maxim Gorky, Leo Tolstoy, Anton Chekhov, and Ivan Turgenev influenced the farmers and the workers of Russia. റഷ്യയിലെ കർഷകരെയും ഫാക്ടറി തൊഴിലാളികളെയും സ്വാധീനിച്ചത്, അവരുടെ ദുരിതപൂർണമായ ജീവിതം തങ്ങളുടെ കൃതികളിലൂടെ ചിത്രീകരിച്ച പ്രധാന റഷ്യൻ എഴുത്തുകാരായിരുന്നു മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ് ആൻഡ് ആന്റൺ ചെക്കോവ്. മാക്സിം ഗോർക്കിയുടെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് ദ മദർ എന്ന ഗ്രന്ഥം രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. റഷ്യയിലെ കർഷകരെയും ഫാക്ടറി തൊഴിലാളികളെയും വളരെയധികം സ്വാധീനിച്ച പ്രധാന എഴുത്തുകാരായിരുന്നു മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടഗ്നേവ് ആൻഡ് ആന്റൺ
ചെക്കോവ്. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ആന്റൺ ചെക്കോവ് ആൻഡ് ഇവാൻ ടഗ്നേവ് മുതലായ എഴുത്തുകാർ റഷ്യയിലെ കർഷകരെയും ഫാക്ടറി തൊഴിലാളികളെയും വളരെ സ്വാധീനിച്ചു. റൈറ്റേഴ്സ് ലൈക്ക് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടഗ്നേവ് ആൻഡ് ആന്റൺ ചെക്കോവ് depicted the plight of workers and farmers in Russia in their works. Writers like Maxim Gorky, Leo Tolstoy, Ivan Turgenev and Anton Chekhov depicted the plight of Russian workers and farmers in their works. The Marxist ideology formulated by Karl Marx and Frederick Engels steered the farmers and workers of Russia. റഷ്യയിലെ ഫാർമേഴ്സിനെയും കർഷകരെയും തൊഴിലാളികളെയും വളരെയധികം സ്വാധീനിക്കാൻ കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും ചേർന്ന് രൂപം നൽകിയ മാർക്സിസ്റ്റ് ഐഡിയോളജിക്ക് കഴിഞ്ഞു. ദ മാർക്സിസ്റ്റ് ഐഡിയോളജി. മാർക്സിസം ഈസ് ആൻ ഐഡിയോളജി ഡെവലപ്ഡ് ബൈ കാൾ മാർക്സ് ആൻഡ് ഫെഡറിക് ഏംഗൽസ്. കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും ചേർന്ന് രൂപം നൽകിയ ഒരാശയമാണ്, ഡെവലപ്പ് ചെയ്ത ഒരാശയമാണ് മാർക്സിസം. കാൾ മാർക്സിന്റെയും ഫെഡറിക് റൈറ്റേഴ്സ് ലൈക്ക് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടഗ്നേവ് ആൻഡ് ആന്റൺ ചെക്കോവ് depicted the plight of Russian factory workers and farmers in their works. റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിതപൂർണമായ ജീവിതം തങ്ങളുടെ കൃതികളിലൂടെ ചിത്രീകരിച്ച പ്രധാന റഷ്യൻ എഴുത്തുകാരായിരുന്നു മാക്സിം ഗോർക്കി. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ദ മദർ, അമ്മ എന്ന ഗ്രന്ഥം. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടഗ്നേവ് ആൻഡ് ആന്റൺ ചെക്കോവ് മുതലായ റഷ്യൻ സാഹിത്യകാരന്മാർ റഷ്യയിലെ കർഷകരുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതം തങ്ങളുടെ കൃതികളിലൂടെ ചിത്രീകരിച്ചു. കൂടാതെ കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും ചേർന്ന് രൂപം നൽകിയ മാർക്സിസം എന്ന ആശയം റഷ്യയിലെ തൊഴിലാളികളെ വളരെയധികം സ്വാധീനിച്ചു. റഷ്യയിലെ തൊഴിലാളികളെ വളരെയധികം ഇൻസ്പയർ ചെയ്യാൻ, സ്വാധീനിക്കാൻ മാർക്സിസം എന്ന ആശയത്തിന് കഴിഞ്ഞു. മാർക്സിസം ഈസ് ആൻ ഐഡിയോളജി ഡെവലപ്ഡ് ബൈ കാൾ മാർക്സ് ആൻഡ് ഫെഡറിക് ഏംഗൽസ്. കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും ചേർന്ന് രൂപം നൽകിയ ഒരു ആദർശമാണ് മാർക്സിസം. മാർക്സിസം എന്ന ആശയവും റഷ്യയിലെ വർക്കേഴ്സിനെ, തൊഴിലാളികളെ വളരെയധികം സ്വാധീനിച്ചു. Based on the Marxist ideologies, Social Democratic Workers Party was formed in Russia. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് റഷ്യയിൽ രൂപം കൊണ്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. Based on the ideology of Marxism, Social Democratic Workers Party was formed in Russia. It was the first political party formed in Russia. റഷ്യയിൽ രൂപം കൊണ്ട ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. The Social Democratic Workers Party was formed in Russia by getting inspiration from Marxist ideology. മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ നിന്നുള്ള ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടത്. ലേറ്റർ ദിസ് പാർട്ടി സ്പ്ലിറ്റ് ഇൻടു ടു. പിന്നീട് ഈ പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, പിൽക്കാലത്ത് രണ്ട് പാർട്ടികളായി പിളർന്നു. ദ മെൻഷെവിക്സ് ആൻഡ് ദ ബോൾഷെവിക്സ്. മെൻഷെവിക് പാർട്ടി ആൻഡ് ബോൾഷെവിക് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന പാർട്ടി പിന്നീട് രണ്ട് പാർട്ടികളായി മാറി. The Mensheviks and the Bolsheviks. The main leader of the Mensheviks was Alexander Kerensky. മെൻഷെവിക്കുകളുടെ പ്രധാന നേതാവായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി. Alexander Kerensky was the main leader of the Mensheviks. The main leaders of Bolsheviks were Lenin and Trotsky. ലെനിനും ട്രോസ്കിയുമായിരുന്നു ബോൾഷെവിക്കുകളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. മെൻഷെവിക് പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി. അലക്സാണ്ടർ കെറൻസ്കി വാസ് ദ മെയിൻ ലീഡർ ഓഫ് ദ മെൻഷെവിക്സ്. ലെനിൻ ആൻഡ് ട്രോസ്കി
were the main leaders of Bolsheviks. ലെനിനും ട്രോസ്കിയുമായിരുന്നു ബോൾഷെവിക്കുകളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിൽക്കാലത്ത് രണ്ട് പാർട്ടികളായി മാറി. The Social Democratic Party formed in Russia by getting inspiration from Marxist ideology, later split into two. Menshevik Party and Bolshevik Party. മെൻഷെവിക് എന്നും ബോൾഷെവിക് എന്നും രണ്ട് പാർട്ടികളായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്പ്ലിറ്റ് ചെയ്തു, പിളർന്നു. അലക്സാണ്ടർ കെറൻസ്കി ലെഡ് ദ മെൻഷെവിക്സ്. മെൻഷെവിക്കുകളുടെ നേതാവ് അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. ലെനിൻ ആൻഡ് ട്രോസ്കി വെയർ ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ബോൾഷെവിക്സ്. ബോൾഷെവിക് പാർട്ടിയുടെ പ്രധാന നേതാക്കന്മാരായിരുന്നു ലെനിനും ട്രോസ്കി. ആയിരത്തി 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ 1905 റഷ്യയും ജപ്പാനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഒരു ചെറു ഏഷ്യൻ രാജ്യമായ ജപ്പാൻ ഒരു വലിയ യൂറോപ്യൻ രാജ്യമായ റഷ്യയെ പരാജയപ്പെടുത്തി. The crisis in Russia reached worst when Russia was defeated by Japan in 1905. 1905 ജപ്പാനുമായുണ്ടായ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടതിനെ തുടർന്ന് റഷ്യയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. The crisis in Russia reached its worst. റഷ്യയിലെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായത് 1905 1905 ജപ്പാനുമായുണ്ടായ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. അതോടെ റഷ്യയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. The crisis in Russia reached the worst when Russia was defeated by Japan in 1905. The workers of Russia organized. റഷ്യയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായത് 1905 കൂടിയാണ്. 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യയെ ജപ്പാൻ പരാജയപ്പെടുത്തി. അതോടെ റഷ്യയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. The crisis in Russia reached the worst when Russia was defeated by Japan in 1905. In 1905, January 9, the workers of Russia organized a huge march at Petrograd demanding political rights and economic reforms. 1905 ജനുവരി മാസം 9-ാം തീയതി റഷ്യയിലെ തൊഴിലാളികൾ 1905 ജനുവരി മാസം 9-ാം തീയതി റഷ്യയിലെ തൊഴിലാളികൾ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെട്രോഗ്രാഡ് നഗരത്തിലൂടെ ഒരു മാർച്ച് നടത്തി. The workers of Russia organized a huge march in Petrograd by demanding political rights and economic reforms. റഷ്യയിലെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, ഫാർമേഴ്സിനും വർക്കേഴ്സിനും രാഷ്ട്രീയ അവകാശങ്ങൾ നൽകണം. വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, ഇതെല്ലാം പ്രധാനപ്പെട്ട രാഷ്ട്രീയ അവകാശങ്ങളാണ്. രാഷ്ട്രീയ അവകാശങ്ങൾ നൽകണമെന്നും പൊളിറ്റിക്കൽ റിഫോംസ്, രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 1905 ജനുവരി മാസം 9-ാം തീയതി റഷ്യയിലെ തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരത്തിലൂടെ ഒരു പ്രകടനം നടത്തി. The workers of Russia organized a huge march on 9th January 1905 demanding political rights and economic freedom. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1905 ജനുവരി മാസം 9-ാം തീയതി റഷ്യയിലെ തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരത്തിലൂടെ ഒരു പ്രകടനം നടത്തി. The march was fired at by the soldiers and hundreds of workers were killed. എന്നാൽ ഈ മാർച്ചിന് നേരെ പട്ടാളം വെടിവെച്ചു.
മാർച്ചിന് നേരെ പട്ടാളം വെടിവെക്കുകയും വെടിവെപ്പിൽ നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. Hundreds of demonstrators or workers were killed. The march was fired at by the police. The march was fired at by the soldiers and hundreds of workers were killed. Demonstrators were killed. ഈ മാർച്ചിന് നേരെ പട്ടാളം വെടിവെക്കുകയും വെടിവെപ്പിൽ നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ദിസ് ഇവന്റ് ഓർ ഇൻസിഡന്റ് ഈസ് നോൺ ആസ് ബ്ലഡി സൺഡേ. ഈ സംഭവത്തെയാണ് രക്തരൂക്ഷിത ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. ഈ സംഭവം നടന്നത് 1905 ജാനുവരി 9 ഞായറാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് ഈ സംഭവത്തെ അറിയപ്പെടുന്നത് രക്തരൂക്ഷിത ഞായറാഴ്ച എന്നാണ്. ദിസ് ഇൻസിഡന്റ് ഈസ് നോൺ ആസ് ബ്ലഡി സൺഡേ. This event is known as Bloody Sunday. What is Bloody Sunday? On 9th January 1905, the workers of Russia organized a huge march at Petrograd demanding political rights and economic reforms. The march was fired by the soldiers and hundreds of workers were, or hundreds of demonstrators or workers. നൂറുകണക്കിന് തൊഴിലാളികൾ അല്ലെങ്കിൽ പ്രകടനക്കാർ, നൂറുകണക്കിന് തൊഴിലാളികളാണ് മാർച്ച് നടത്തിയത്. നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ദിസ് ഇൻസിഡന്റ് ഈസ് നോൺ ആസ് ദിസ് ഇവന്റ് ഓർ ഇൻസിഡന്റ് ഈസ് നോൺ ആസ് ബ്ലഡി സൺഡേ. ഈ സംഭവത്തെയാണ് രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. റവല്യൂഷന്റെ കാലഘട്ടത്തിൽ റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു സാർ നിക്കോളാസ് രണ്ടാമൻ. അന്ന് റഷ്യയിലെ വർക്കേഴ്സും ഫാർമേഴ്സും രൂപീകരിച്ച സംഘടനകൾ സോവിയറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സോവിയറ്റുകൾ എന്ന പേരിൽ സംഘടനകൾ രൂപീകരിച്ച് റഷ്യയിലെ വർക്കേഴ്സും ഫാർമേഴ്സും സമരം ചെയ്തതോടെ അന്നത്തെ സാർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ ഡ്യൂമ എന്ന പേരിൽ ഒരു പാർലമെന്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇന്നും റഷ്യൻ പാർലമെന്റ് അറിയപ്പെടുന്നത് ഡ്യൂമ എന്നാണ്. റഷ്യൻ പാർലമെന്റിന്റെ പേരാണ് ഡ്യൂമ. സാർ നിക്കോളാസ് രണ്ടാമനാണ് ഡ്യൂമ എന്ന പാർലമെന്റ് രൂപീകരിച്ചത്. റഷ്യയിലെ വർക്കേഴ്സും ഫാർമേഴ്സും പണിമുടക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടനകൾ സോവിയറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. സോവിയറ്റുകൾ എന്ന പേരിൽ സംഘടനകൾ രൂപീകരിച്ച് റഷ്യയിലെ ഫാർമേഴ്സും വർക്കേഴ്സും സമരം നടത്തി. അതോടെ സാർ നിക്കോളാസ് രണ്ടാമൻ ഡ്യൂമ എന്ന പേരിൽ പാർലമെന്റ് രൂപീകരിച്ചു. പിന്നീട് അദ്ദേഹം പാർലമെന്റ് പിരിച്ചുവിടുകയുണ്ടായി. 2 phases ഓഫ് റഷ്യൻ റവല്യൂഷൻ, 2 ഘട്ടങ്ങൾ. 1917 റഷ്യൻ വിപ്ലവം 2 ഘട്ടങ്ങളായിട്ട് നടക്കുന്നത്. ആദ്യം റഷ്യയിൽ നടന്ന റവല്യൂഷൻ മാർച്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫെബ്രുവരി റവല്യൂഷൻ വിപ്ലവം അല്ലെങ്കിൽ മെൻഷവിക് റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ വിപ്ലവം ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ നവംബർ വിപ്ലവം അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. 2 വിപ്ലവങ്ങളും ഒരേ വർഷത്തിൽ തന്നെയാണ്, 1917. On 12th March 1917, the workers of Russia organized a protest march in Petrograd. 1917 മാർച്ച് മാസം 12-ാം തീയതി റഷ്യയിലെ തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരത്തിലൂടെ ഒരു പ്രകടനം നടത്തി. On 12th March 1917, the workers of Russia organized a protest march in Petrograd. Though the workers clashed with the soldiers in the beginning, later the soldiers joined with the workers. ആദ്യം വർക്കേഴ്സ് സോൾജേഴ്സുമായി ഏറ്റുമുട്ടിയെങ്കിലും അല്ലെങ്കിൽ പട്ടാളം വർക്കേഴ്സുമായി ഏറ്റുമുട്ടിയെങ്കിലും പിന്നീട് റഷ്യൻ പട്ടാളവും വർക്കേഴ്സിനൊപ്പം ചേരുകയാണ് ഉണ്ടായത്. 1917 മാർച്ച് മാസം 12-ാം തീയതി റഷ്യയിലെ തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരത്തിലൂടെ ഒരു പ്രകടനം നടത്തി. On 12th March 1917, the workers of Russia organized a protest march in Petrograd. 1917 മാർച്ച് 12-ന് റഷ്യയിലെ തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരത്തിലൂടെ ഒരു പ്രകടനം നടത്തി.
Though the soldiers clashed with the workers in the beginning, later they joined with them. ആദ്യം റഷ്യൻ പട്ടാളം വർക്കേഴ്സുമായി, തൊഴിലാളികളുമായി ഏറ്റുമുട്ടിയെങ്കിലും പിന്നീട് പട്ടാളം തൊഴിലാളികളോടൊപ്പം ജോയിൻ ചെയ്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോൾജേഴ്സ് വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ്. സോൾജേഴ്സിൻ്റെ സഹായത്തോടെ തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരം പിടിച്ചെടുത്തു. ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ്. And a provisional government came into power in Russia under the leadership of Alexander Kerensky. അങ്ങനെ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്നു. ദിസ് ഇവൻറ്റ് ഓർ ഇൻസിഡൻറ്റ് ഈസ് നോൺ ആസ് മാർച്ച് റവല്യൂഷൻ ഓർ ഫെബ്രുവരി റവല്യൂഷൻ ഓർ മെൻഷെവിക് റവല്യൂഷൻ. മാർച്ച് റവല്യൂഷന് ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേര് ലഭിക്കാനുണ്ടായ കാരണം ഇൻ്റർനാഷണൽ കലണ്ടർ പ്രകാരം മാർച്ച് 12-നായിരുന്നു ഈ റവല്യൂഷൻ. റഷ്യൻ കലണ്ടർ ഈസ് 13 ഡേയ്സ് ബിഹൈൻഡ് ദ ഇൻ്റർനാഷണൽ കലണ്ടർ. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ 13 ദിവസം പിന്നിലാണ്. അന്താരാഷ്ട്ര കലണ്ടർ പ്രകാരം മാർച്ച് 12 നടക്കുന്ന ഒരു സംഭവം റഷ്യൻ കലണ്ടർ പ്രകാരം 13 ദിവസം പിന്നിലേക്ക് വരുമ്പോൾ ഫെബ്രുവരി മാസത്തിലാണ്. അതുകൊണ്ടാണ് ഈ റവല്യൂഷന് ഫെബ്രുവരി റവല്യൂഷൻ എന്നും പേര് ലഭിക്കുന്നത്. ഈ റവല്യൂഷന് നേതൃത്വം നൽകിയത് റഷ്യയിലെ മെൻഷെവിക് പാർട്ടിയായിരുന്നു. അതുകൊണ്ട് ഈ റവല്യൂഷൻ മെൻഷെവിക് റവല്യൂഷൻ എന്നും അറിയപ്പെടുന്നു. ഈ റവല്യൂഷൻ്റെ മെയിൻ ലീഡർ അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിപ്ലവത്തിൻ്റെ ഫലമായി റഷ്യയിൽ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്നു. ഈ സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം അല്ലെങ്കിൽ മെൻഷെവിക് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാട്ട് ഈസ് ഫെബ്രുവരി റവല്യൂഷൻ ഓർ മാർച്ച് റവല്യൂഷൻ ഓർ മെൻഷെവിക് റവല്യൂഷൻ? On 12th March 1917, the workers of Russia organized a protest march in Petrograd. Though the soldiers clashed with the workers in the beginning, later they joined along with the workers. And the workers captured Petrograd. അങ്ങനെ വർക്കേഴ്സ് പെട്രോഗ്രാഡ് നഗരം പിടിച്ചെടുത്തു. As a result, a provisional government came into power in Russia under the leadership of Alexander Kerensky. This incident is known as February Revolution or March Revolution or Menshevik Revolution. On 12th March 1917, the workers of Russia organized a protest march in Petrograd. 1917 മാർച്ച് 12-ന് റഷ്യയിലെ തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരത്തിലൂടെ ഒരു പ്രകടനം നടത്തി. Though the soldiers clashed with the workers, later they joined with the workers. ആദ്യം പട്ടാളം വർക്കേഴ്സുമായി ഏറ്റുമുട്ടിയെങ്കിലും പിന്നീട് റഷ്യൻ പട്ടാളം തൊഴിലാളികളോടൊപ്പം ചേർന്നു. ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ്. അങ്ങനെ തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരം പിടിച്ചെടുത്തു. സാർ നിക്കോളാസ് രണ്ടാമനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. സാർ നിക്കോളാസ് സെക്കൻഡ് വാസ് ത്രോൺ ഔട്ട് ഓഫ് പവർ. സാർ നിക്കോളാസ് രണ്ടാമനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരം പിടിച്ചെടുത്തത്. തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരം പിടിച്ചെടുക്കുകയും അന്നത്തെ സാർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. Workers captured Petrograd and thrown out of Tsar Nicholas II from power. As a result, a provisional government came into power in Russia under the leadership of Alexander Kerensky. അതിൻ്റെ ഫലമായി അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്നു. ഈ സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം അല്ലെങ്കിൽ മെൻഷെവിക് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. A group of Soviets opposed the provisional government. എന്നാൽ ഒരു കൂട്ടം സോവിയറ്റുകൾ എന്ന് പറഞ്ഞാൽ റഷ്യയിലെ തൊഴിലാളികളും കർഷകരും രൂപീകരിച്ച സംഘടനകളാണ് സോവിയറ്റുകൾ. സോവിയറ്റ്സ് വെയർ ദ ഓർഗനൈസേഷൻസ് ഫോംഡ് ബൈ റഷ്യൻ വർക്കേഴ്സ് ആൻഡ് ഫാർമേഴ്സ്. റഷ്യയിലെ കർഷകരും റഷ്യയിലെ തൊഴിലാളികളും ചേർന്ന് രൂപീകരിച്ച സംഘടനകളെയാണ് സോവിയറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. A group of Soviets opposed the provisional government of Alexander Kerensky. ഒരു കൂട്ടം സോവിയറ്റുകൾ, ഒരു വിഭാഗം സോവിയറ്റുകൾ അലക്സാണ്ടർ കെറൻസ്കിയുടെ താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിർത്തു. ഈ സമയത്ത്
ബോൾഷെവിക്കുകളുടെ നേതാവായിരുന്ന ലെനിൻ സ്വിറ്റ്സർലൻഡിലായിരുന്നു. സ്വിറ്റ്സർലൻഡിലേക്ക് നാടുകടത്തപ്പെട്ടിരുന്ന ലെനിൻ കെയിം ബാക്ക് ടു റഷ്യ ഫ്രം സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലെനിൻ റഷ്യയിലേക്ക് മടങ്ങിയെത്തുകയും ദ ബോൾഷെവിക്സ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ലെനിൻ സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകൾ പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്തു. ദേ പുട്ട് ഫോർവേഡ് സെവറൽ ഡിമാൻഡ്സ്. അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ടു വിഡ്രോ റഷ്യ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറണം. എബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. സ്വകാര്യ സ്വത്തവകാശം ഇല്ലാതാക്കുക. അങ്ങനെയുള്ള പല ആവശ്യങ്ങളും അവർ ഉന്നയിച്ചു. വിഡ്രോ റഷ്യ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുക. സീസ് ദ ലാൻഡ് ഓൺഡ് ബൈ ലാൻഡ് ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ടു ദ പെസൻസ്. ജന്മിമാരുടെ ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. റഷ്യയിലെ ഫാക്ടറികളെല്ലാം പബ്ലിക് പ്രോപ്പർട്ടിയാക്കുക, സ്വകാര്യ പൊതു സ്വത്താക്കുക. അങ്ങനെയുള്ള പല ആവശ്യങ്ങളും ബോൾഷെവിക്കുകൾ ഉന്നയിച്ചു. In October 1917, the Bolsheviks under the leadership of Lenin organized an armed rebellion against the provisional government. 1917 ഒക്ടോബർ മാസത്തിൽ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകൾ കെറൻസ്കിയുടെ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ ഒരു സായുധ കലാപം നടത്തി. ആയുധങ്ങൾ ഉപയോഗിച്ച് കലാപം നടത്തി. നവംബർ 7 ആയിരുന്നു ആ കലാപം. 1917 നവംബർ 7 In 1917, November 7th November 1917, Bolsheviks under the leadership of Lenin organized an armed rebellion against the provisional government and Kerensky fled from the country. അതോടെ കെറൻസ്കി രാജ്യം വിട്ടുപോവുകയും a new government came into power in Russia under the leadership of Lenin. ലെനിൻ്റെ നേതൃത്വത്തിൽ റഷ്യ മുഴുവൻ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ലെനിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഗവൺമെൻറ് റഷ്യയിൽ അധികാരത്തിൽ വരികയും ചെയ്തു. ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോൺ ആസ് October Revolution or November Revolution or Bolshevik Revolution. As a result of this revolution, a proletariat government was established in Russia. ഈ റവല്യൂഷനിലൂടെയാണ് റഷ്യയിൽ ഒരു പ്രോളിറ്റേറിയറ്റ് ഗവൺമെൻറ്. പ്രോളിറ്റേറിയറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിൻ്റെ ഗവൺമെൻറ്, തൊഴിലാളികളുടെ ഗവൺമെൻറ്. റഷ്യയിൽ ഒരു തൊഴിലാളി ഗവൺമെൻറ് നിലവിൽ വന്ന വിപ്ലവമാണ് ഒക്ടോബർ റവല്യൂഷൻ അല്ലെങ്കിൽ നവംബർ റവല്യൂഷൻ അല്ലെങ്കിൽ ബോൾഷെവിക് റവല്യൂഷൻ. ആസ് എ റിസൾട്ട് ഓഫ് ദ ബോൾഷെവിക് റവല്യൂഷൻ ഓർ ഒക്ടോബർ റവല്യൂഷൻ ഓർ നവംബർ റവല്യൂഷൻ, ബോൾഷെവിക് റവല്യൂഷൻ, ഒക്ടോബർ റവല്യൂഷൻ, നവംബർ റവല്യൂഷൻ. ആസ് എ റിസൾട്ട് ഓഫ് the October Revolution or November Revolution or Bolshevik Revolution, a proletariat government, a workers government, തൊഴിലാളികളുടെ റഷ്യയിൽ ഒരു തൊഴിലാളികളുടെ ഗവൺമെൻറ്, തൊഴിലാളികൾക്ക് ആധിപത്യമുള്ള, തൊഴിലാളികൾക്ക് സർവാധിപത്യമുള്ള ഒരു സർക്കാർ, ഒരു ഗവൺമെൻറ് റഷ്യയിൽ അധികാരത്തിൽ വരുന്നത് 1917 ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ നവംബർ വിപ്ലവം അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവത്തിലൂടെയാണ്. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സാമിൻ ദ റോൾ ഓഫ് ഒക്ടോബർ റവല്യൂഷൻ ഓർ നവംബർ റവല്യൂഷൻ ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ പ്രോളിറ്റേറിയറ്റ് ഗവൺമെൻറ് ഇൻ റഷ്യ. റഷ്യയിൽ ഒരു തൊഴിലാളി ഗവൺമെൻറ് നിലവിൽ വരുന്നതിൽ ഒക്ടോബർ റവല്യൂഷൻ്റെ പങ്കെന്ത്? ഇതിൻ്റെ ആൻസർ നമ്മൾ എഴുതേണ്ടത് എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് ഒപ്പോസ് ടു ദ പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് കെറൻസ്കി. Vladimir Lenin came back to Russia and strongly opposed to the provisional government. A group of Soviets opposed to the provisional government of Kerensky. Vladimir Lenin, the leader of Bolsheviks, came back to Russia from Switzerland. He strongly opposed to the provisional government. They raised certain demands. He argued that the entire power should be transferred to the Soviets. റഷ്യയുടെ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു. സോവിയറ്റുകൾ എന്ന് പറഞ്ഞാൽ റഷ്യയിലെ കർഷകരുടെയും
ഫാക്ടറി തൊഴിലാളികളുടെയും സംഘടനകളാണ് സോവിയറ്റുകൾ. എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് opposed the provisional government of provisional government of Kerensky. A group of Soviets opposed the provisional government of Alexander Kerensky. Lenin came back to Russia from Switzerland and strongly opposed the provisional government. The Bolsheviks supported Lenin. They put forward several demands: withdraw Russia from the First World War, abolish private property, seized out the land owned by landlords and distribute it to the peasants, and make factories public property. ഇങ്ങനെയുള്ള പല ആവശ്യങ്ങളും റഷ്യയിലെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ഉന്നയിച്ചു. ഓൺ 7th November 1917 the Bolsheviks under the leadership of Lenin organized an armed rebellion against the provisional government. 1917 നവംബർ 7 ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകൾ കെറൻസ്കിയുടെ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ ഒരു സായുധ കലാപം നടത്തി. കെറൻസ്കി ഫ്ലഡ് ഫ്രം ദ കൺട്രി. അതോടെ കെറൻസ്കി റഷ്യ വിട്ടുപോയി, നാട് വിട്ടുപോവുകയും എ ന്യൂ ഗവൺമെൻറ് കെയിം ഇൻ ടു പവർ ഇൻ റഷ്യ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ലെനിൻ. അങ്ങനെ ലെനിൻ്റെ നേതൃത്വത്തിൽ റഷ്യയിൽ ഒരു പുതിയ സർക്കാർ നിലവിൽ വന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദ ഒക്ടോബർ റവല്യൂഷൻ ഓർ നവംബർ റവല്യൂഷൻ ഓർ ബോൾഷെവിക് റവല്യൂഷൻ എ പ്രോളിറ്റേറിയറ്റ് ഗവൺമെൻറ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ റഷ്യ. ഈ റവല്യൂഷനിലൂടെയാണ് റഷ്യയിൽ തൊഴിലാളികളുടെ ഗവൺമെൻറ്, തൊഴിലാളികൾക്ക് സർവാധിപത്യമുള്ള ഗവൺമെൻറ്, തൊഴിലാളികൾക്ക് അധികാരം ലഭിച്ച ഗവൺമെൻറ്, തൊഴിലാളികളുടെ ഗവൺമെൻറ്. റഷ്യയിൽ ആദ്യമായി തൊഴിലാളികളുടെ ഗവൺമെൻറ് നിലവിൽ വന്ന സംഭവമാണ് 1917 ഒക്ടോബർ വിപ്ലവം, അല്ലെങ്കിൽ നവംബർ വിപ്ലവം, അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവം. ഇത് ഈ രണ്ട് റവല്യൂഷൻസാണ് റഷ്യയിൽ നടന്നത്. ആദ്യത്തെ റവല്യൂഷൻ മാർച്ച് റവല്യൂഷൻ, അല്ലെങ്കിൽ ഫെബ്രുവരി റവല്യൂഷൻ, അല്ലെങ്കിൽ മെൻഷവിക് റവല്യൂഷൻ. അതിൻ്റെ മെയിൻ ലീഡറായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി. മാർച്ച് റവല്യൂഷൻ്റെ പ്രധാന റിസൾട്ട് ദ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് സാർസ് ഇൻ റഷ്യ കെയിം ടു ആൻ എൻഡ്. റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് മാർച്ച് റവല്യൂഷൻ്റെ പ്രധാന റിസൾട്ട്. രണ്ടാമത്തെ റവല്യൂഷൻ ഒക്ടോബർ റവല്യൂഷൻ, അല്ലെങ്കിൽ നവംബർ റവല്യൂഷൻ, അല്ലെങ്കിൽ ബോൾഷെവിക് റവല്യൂഷൻ. ഈ റവല്യൂഷനിലൂടെ റഷ്യയിൽ ആദ്യമായി തൊഴിലാളികൾക്ക് സർവാധിപത്യമുള്ള ഒരു ഗവൺമെൻറ് നിലവിൽ വന്നു. തൊഴിലാളികളുടെ ഗവൺമെൻറ് റഷ്യയിൽ നിലവിൽ വരികയും USSR എന്ന രാഷ്ട്രം രൂപീകരിക്കുകയും ചെയ്തു. ഒക്ടോബർ വിപ്ലവം, അല്ലെങ്കിൽ നവംബർ വിപ്ലവം, അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവത്തിലൂടെയാണ് ലോകത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ, സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ USSR നിലവിൽ വരുന്ന, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് USSR. USSR രൂപീകരിക്കപ്പെടുന്നത് 1917 ഒക്ടോബർ വിപ്ലവം, അല്ലെങ്കിൽ നവംബർ വിപ്ലവം, അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവത്തിലൂടെയാണ്. എന്നാൽ 1991 സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം ഡിസൻറ്റഗ്രേറ്റ് ചെയ്തു. 1917 രൂപീകൃതമായ USSR 1991 ഇല്ലാതായി. സോവിയറ്റ് യൂണിയൻ, USSR disintegrated into several countries in 1991. 1917 രൂപീകൃതമായ USSR എന്ന രാഷ്ട്രം 1991 ഇല്ലാതായി. ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് സോവിയറ്റ് യൂണിയൻ. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള റഷ്യൻ റവല്യൂഷൻ്റെ ഫലങ്ങളാണ്, റിസൾട്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ.